കുംഭമേളയ്ക്ക് പോയ ചെങ്ങന്നൂർ കൊഴുവല്ലൂർ സ്വദേശിയെ കാണാനില്ല എന്ന പരാതി. ജോജു ജോർജിനെയാണ് കാണാതായത്. കുടുംബം ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. എൻ്റെ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരോടും ചേർന്ന് 9-ാം തീയതി ഞായറാഴ്ച ഇവിടുത്തെ 2:30 KK എക്സ്പ്രസ്സിന് കുംഭമേളയ്ക്ക് പോയതാണ്. ബട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ തിരിച്ചു വന്നു, അച്ഛൻ വന്നില്ല. 12-ാം തീയതി ബുധനാഴ്ച ഒരു 8-8:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വ്യാഴാഴ്ച ഒരു 7:30 ട്രെയിനിന് KK എക്സ്പ്രസ്സിന് കയറും, ഞാൻ വരും എന്ന ലാസ്റ്റ് അച്ഛൻ്റെ കോള് വരുന്നത്. അതിനുശേഷം അച്ഛൻ്റെ ഒരു ഇൻഫർമേഷനോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. അതേ തുടർന്ന് ഞങ്ങൾ പോയിട്ട് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും കൂടെ പോയ ആളെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ നമ്മളോട് പലരോടും പല റീസണാണ് പറയുന്നത്. അപ്പോൾ പോലീസ് വിളിച്ചിട്ട് ഇവിടെ വരണമെന്നും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടും അയാൾ വരികയോ ഒരു ഇൻഫർമേഷൻ നൽകുകയോ ചെയ്തിട്ടില്ല. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ചേരുകയാണ് വിവരങ്ങളുമായി. മനീഷ്, ഈ പരാതിയിൽ പോലീസ് നടപടിയെടുത്തിട്ടുണ്ടോ? എന്താണ് സുഹൃത്തിന് ഇയാളെക്കുറിച്ച് പറയാനുള്ളതെന്ന് വ്യക്തമാകുന്നുണ്ടോ? പ്രവിത, ഇത് സംബന്ധിച്ച് ചെങ്ങന്നൂർ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൂടെ പോയ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴി, ഈ പ്രയാഗ്രാജിൽ വെച്ച് ഇവർ താമസ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് തിക്കിനും തിരക്കിനും ഇടയിൽ വെച്ച് ഇയാളെ ഇടയ്ക്ക് കാണാതായി. പലതരത്തിലും ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഈ ഇവരുടെ യാത്രക്കിടയിൽ വെച്ച് തന്നെ ഈ 9-ാം തീയതി തന്നെ പാലക്കാട് വെച്ച് ഇയാളുടെ ഫോൺ ഓഫായിരുന്നു. ഫോൺ ചാർജ് തീർന്ന് ഓഫായി പോയിരുന്നു. പിന്നീട് അത് നിലത്ത് വീണതിന്റെ ഡിസ്പ്ലേ പൊട്ടി. അതുകൊണ്ട് ഫോൺ ഓൺ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ ഫോൺ മുഖേന തനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ താൻ ഇങ്ങോട്ടുള്ള ട്രെയിൻ നേരത്തെ ബുക്ക് ചെയ്തായതുകൊണ്ട് തന്നെ താൻ ഇങ്ങോട്ട് പോകുന്നു. അവിടെ മറ്റു പോലീസിനെയോ സേനയോ മറ്റോ ഇത് തനിക്ക് അറിയിക്കാൻ ആ സമയത്ത് സാധിച്ചിരുന്നില്ല എന്നുള്ള മൊഴിയാണ് പോലീസിൽ നൽകിയിട്ടുള്ളത്. ഈ 9-ാം തീയതിയാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കൊഴുവല്ലൂർ വാത്തിയുടെ മേലേതിൽ 42-കാരനായ ജോജു ജോർജ് സുഹൃത്തിനൊപ്പം പ്രയാഗ്രാജിലേക്ക് 9-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് ട്രെയിനിൽ പോയത്. അന്ന് വൈകിട്ട് തന്നെ പാലക്കാട് വെച്ച് തന്റെ ഫോൺ ഓഫായി പോയിരുന്നു എന്ന വിവരം ഈ സുഹൃത്തിന്റെ ഫോൺ മുഖേനയാണ് വീട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് 12-ാം തീയതി മകളെ വിളിച്ച് താൻ 13-ാം തീയതി വൈകിട്ടോടുകൂടി തിരികെ എത്തും, 12-ാം തീയതി വൈകിട്ടോട് തിരികെ എത്തി 14-ാം തീയതി എത്തും എന്നുള്ള വിവരം 12-ന് മകൾ ഫോൺ മുഖേന അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് അച്ഛനെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ഇയാളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ, സുഹൃത്തിന്റെ ഫോണിലേക്ക് തിരികെ വിളിച്ചപ്പോൾ എടുത്തില്ല എന്നുള്ള മൊഴി കൂടിയുണ്ട്. എന്താണെങ്കിലും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഈ കൂടെ പോയ സുഹൃത്തിന് ഇയാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ, കാണാതായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും ചെങ്ങന്നൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രവിത. ശരി, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് പോയ ചെങ്ങന്നൂർ കൊഴുവല്ലൂർ സ്വദേശിയെ കാണാനില്ല എന്നാണ് ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ജോജു ജോർജിനെയാണ് കാണാതായത്. കുടുംബം ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരുപാട് മലയാളികൾ കുംഭമേളയ്ക്ക് ഇവിടുന്ന് പോയെന്ന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. വലിയ തിരക്കാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? എന്തായാലും അത് അറിയണം. അതോ ഇനി അദ്ദേഹം മനഃപൂർവ്വം പലരും കുംഭമേളയ്ക്ക് പോയവരൊക്കെ വേറെ രീതി, ഇപ്പം നമ്മൾ അഭിനേത്രി ഈ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ പറയുകയാണ്, പല രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് അന്വേഷണം നടക്കണം. കാരണം ആ മകളുടെ ഒരു സങ്കടം, അതിന് പരിഹാരം ഉണ്ടാവണം, അല്ലേ?